പൊതുദർശനം പൂർത്തിയാവുകയാണ്. ആദ്യം നാട്ടിലേക്ക് കൊണ്ടുപോവുക കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ പൂർത്തിയാവുകയാണ്. അവിടെ നിന്ന് മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ മൃതദേഹമാണ്. കണ്ണൂരിലെ മാട്ടൂൽ സ്വദേശിയാണ് മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ. മാട്ടൂലിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ തയ്യാറാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ശ്രീദീപ് വത്സന്റെ പാലക്കാട് സ്വദേശിയായ ശ്രീദീപ് വത്സന്റെ സംസ്കാരം വൈകിട്ട് 6-ന് ചന്ദ്രനഗർ വൈദ്യുത ശ്മശാനത്തിലാണ് നടക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. ഗവർണർ എത്തി നേരത്തെ കുടുംബാംഗങ്ങളെയൊക്കെ ആശ്വസിപ്പിച്ചിരുന്നു. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം നീണ്ടുനിന്ന പൊതുദർശനത്തിന് ശേഷമാണ് മൃതദേഹങ്ങൾ ഓരോരുത്തരുടേതായി ഇനി അവരുടെ വൈകിട്ടാകുന്നതിന് മുൻപ് ഇന്ന് തന്നെ സംസ്കാരം നടത്തേണ്ടവർക്കൊക്കെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നാട്ടുകാർക്ക് കാണാനുള്ള സൗകര്യം അവിടെ ഒരുക്കേണ്ടതുണ്ട്. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മൃതദേഹം ഇപ്പോൾ തന്നെ കൊണ്ടുപോകുന്നത്. ആലപ്പുഴയിൽ നിന്ന് പാലക്കാടേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ട്. ആംബുലൻസിലാണ് എങ്കിൽ പോലും മണിക്കൂറുകൾ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കാം കണ്ണൂരിലേക്കൊക്കെ എത്തണമെങ്കിൽ അതുകൊണ്ടായിരിക്കാം മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഓരോരുത്തരുടേതായി ഇനി അതാത് ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണമാണ് ഇനി നടത്തുന്നത്. ആദ്യം കൊണ്ടുപോയത് കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിൻ്റെ മൃതദേഹമാണ്. ലക്ഷദ്വീപ് സ്വദേശിയായ കുട്ടിയുടെ മൃതദേഹം കൊച്ചിയിലേക്കാണ് കൊണ്ടുപോവുക. മുഹമ്മദ് ഇബ്രാഹിം കൊച്ചിയിലെ പള്ളിയിൽ ഖബറടക്കത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നേരത്തെ അറിയിച്ചത്. മറ്റ് 4 പേരുടെയും അവരുടെ ജന്മനാടുകളിലേക്ക് തന്നെ മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ ഒരു വലത് ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട കുട്ടികളുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ്. അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, ആദ്യം അബ്ദുൾ ജബ്ബാറിൻ്റെ മൃതദേഹം കണ്ണൂരിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇനി വേഗത്തിൽ ഓരോരുത്തരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയാണോ? അതിനുള്ള ക്രമീകരണങ്ങൾ, ആംബുലൻസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ സജ്ജമായോ? നേരത്തെ തന്നെ പ്രദർശനം അവസാനിപ്പിച്ച് അദ്ദേഹം ഇപ്പോഴും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പുസ്തകവാദികൾക്ക് അഭിമുഖമാക്കുകയുണ്ട്. ഇനി ലക്ഷദ്വീപ് സ്വദേശിയായ ഉദാഹരണത്തിലേക്ക് തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ ശേഷിക്കുന്ന 3 പേരാണ് രാജ്യം. ഒരാളുടെ മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ മൃതദേഹം കണ്ണൂർ മാട്ടൂൽ സ്വദേശിയാണ് മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ. അവിടേക്കുള്ള ദൂരയാത്ര ആയതുകൊണ്ടായിരിക്കാം ഇന്ന് തന്നെ വൈകുന്നേരത്തിനുള്ളിൽ ഒരു പക്ഷേ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ തന്നെ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു. മറ്റു 4 പേരുടെയും മൃതദേഹം സെൻട്രൽ ലൈബ്രറി ഹാളിൽ തുടരുകയാണ്. വിദ്യാർത്ഥികൾ പെട്ടെന്ന് തന്നെ അവിടെ വന്ന് ഒരു നോക്ക് കണ്ട് ഒന്ന് തൊഴുത് പൂക്കൾ അർപ്പിച്ച് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടെയൊക്കെ കൂടെ അതേ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ് നഷ്ടമായിരിക്കുന്നത്. ഏറ്റവും അപ്രതീക്ഷിതവും അവർക്ക് താങ്ങാൻ കഴിയാത്തതുമായ സംഭവമാണ്. അരുൺ, കേൾക്കാമോ? എത്ര സമയം കൂടി പൊതുദർശന ചടങ്ങുകളുണ്ട് സെൻട്രൽ ഹാൾ? ഒരു 10-15 മിനിറ്റ് കൂടി പൊതുദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോഴും കുട്ടികളും അതോടൊപ്പം തന്നെ ഒരുപാട് പേർ ഉണ്ട്. അവർക്കും കൂടി അവസാനമായി ഒരു നോക്കുന്നതാണ് അവസരം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ 4 മൃതദേഹങ്ങളാണ് പൊതുദർശനത്തിരിക്കുന്നത്. 4 പേരുടെയും മൃതദേഹം അവരുടെ അവസാന ചടങ്ങിൽ കൊണ്ടുപോവുക. മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ മൃതദേഹം അച്ഛൻ മുമ്പാണ് കയറ്റിയത്. കണ്ണൂരിലൂടെ പോകാൻ കുട്ടികളുണ്ട്. വേഗത്തിൽ നിന്ന് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അവരുടെ മന്ത്രിമാരായ ജോസ്, സജീഷ് ചെറിയാൻ ഉൾപ്പെടെയുള്ളവരും ആർട്ടിച്ച് അതുപോലെ രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ നിരവധി പേരും എല്ലാവരും നിറകണ്ണുകളോടുകൂടിയാണ് ഈ ഭാവിയുടെ നക്ഷത്രങ്ങളായി തിരിച്ചുയരേണ്ടതായിരുന്ന
കുട്ടികൾക്ക് ഇവിടെ ചൊല്ലുന്നത്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി വലിയ വീരങ്ങൾ സാധാരണ നിശ്ചയമായിട്ടായിരുന്നു ഇപ്പോൾ ആളുകളുടെ കൈവിലേന്തി ഒക്കെയായിട്ട് ഈ കലാലയത്തിന്റെ പടികൾ ഇറങ്ങുകയാണ്. അവിടെ പൊതുദർശന ചടങ്ങുകൾക്ക് വേണ്ടി 5 പേരുടെ മൃതശരീരവും ഒന്നിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് 2 പേർ പിരിഞ്ഞിരിക്കുന്നു. 3 പേരാണ് ഇനി അവിടെ ശേഷിക്കുന്നത്. മുഹമ്മദ് ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങുകൾ ആലപ്പുഴയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപ് സ്വദേശിയാണ്. മാതാപിതാക്കൾ അവിടേക്ക് എത്തിയിട്ടുണ്ടാകാം ഇതിനകം. മറ്റ് ഉള്ളവരെയൊക്കെ ദൂരദേശങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെ വീട്ടുകാർ, നാട്ടുകാർ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അവസാനമായി ഒന്ന് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും. ഷാജിയുടെ മൃതദേഹരക്ഷ വീട്ടിലേക്ക് എത്തിയതിന് ശേഷമേ ലാഷിൻ്റെ അച്ഛനും അമ്മയും എത്താൻ. അവർ ഇൻഡോറിലാണുള്ളത്, അവർ യാത്രയിലാണ്. നേരത്തെ വിവിധയിടങ്ങളിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ വണ്ടാനത്തേക്ക് നേരത്തെ എത്തിയിരുന്നു. പക്ഷേ ചിലർ വളരെ ദൂരെയായിപ്പോയി. ലക്ഷദ്വീപിലുള്ള ഇപ്പോൾ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മാതാപിതാക്കളൊക്കെ ഹെലികോപ്റ്ററിലാണ് അവർ കൊച്ചിയിലെത്തി. തിരിച്ച് അവർ ആലപ്പുഴയിലേക്കൊക്കെ വന്നത്. അവരുടെ പ്രത്യേകിച്ചും നിലവിലൊരു സാഹചര്യത്തിൽ അത് ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോവുക ഒക്കെ പ്രായോഗികമായുള്ള ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് കൊച്ചിയിൽ തന്നെ മൃതദേഹം കബറടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആ കുടുംബം എത്തിയത്. പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇനി ഓരോരുത്തരുടേതായി ഇപ്പോഴും പക്ഷേ അവശേഷിക്കുന്ന 3 പേരുടെയും ഓർമ്മ ചിത്രങ്ങൾക്ക് മുന്നിൽ പൂക്കളർപ്പിച്ച് വിതമ്പലോടെ കുട്ടികൾ നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രിമാരായ പി പ്രസാദ്, സജി ചെറിയാൻ, വീണ ജോർജ് എന്നിവരെല്ലാവരും തന്നെ അവിടെ എത്തിയിരുന്നു. മന്ത്രിമാരുടെ മുഖത്ത് പോലും ആ ദുഃഖത്തിൻ്റെ ആഴം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അവിടെ വന്നവരെല്ലാം വല്ലാത്തൊരു വേദനയോടുകൂടിയാണ് ഒരു പിടി പൂക്കൾ ആ കുട്ടികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ അർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്.